ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഇൻവിൻസിബിൾ കോമിക് സീരീസിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. ലാസ്റ്റ് ഇഷ്യൂല് മാർക്കിന് പവേഴ്സ് കിട്ടുന്നതും അവന്റെ സൂപ്പർ ഹീറോ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് നമ്മൾ കണ്ടത്. ആൻഡ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഇൻവിൻസിബിളിന്റെ രണ്ടാമത്തെ ഇഷ്യൂ ആണ്. So without wasting time, let's get into the story. ഇപ്പോഴേക്കും നിനക്ക് മനസ്സിലായി കാണും, ഞാൻ സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല. നീ എന്നെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നീ അറിയേണ്ട സമയമായി. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യനല്ല. ഇവിടുന്ന് ഒരുപാട് മില്യൺസ് ഓഫ് മൈലുകൾക്കപ്പുറം ബഹിരാകാശത്ത് നിങ്ങളുടേതുപോലെ തന്നെ സമാനമായ ഒരു സോളാർ സിസ്റ്റം ഉണ്ട്. അതിൽ വിൽട്രം എന്നൊരു പ്ലാനറ്റ് ഉണ്ട്. അതാണ് എന്റെ ജന്മഭൂമി. വിൽട്രത്തിലെ ജനങ്ങൾ ഇവിടുത്തെ ഹ്യൂമൻ ബീങ്സിനെ പോലെയല്ല. ഞങ്ങൾക്ക് പറക്കാൻ പറ്റും, സൂപ്പർ സ്പീഡിൽ ഓടാൻ പറ്റും, സൂപ്പർ സ്ട്രെങ്ത്, അങ്ങനെ നിങ്ങളുടെ കേപ്പബിലിറ്റീസിനേക്കാളും ഒരുപാട് ഹയർ എബിലിറ്റീസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്ലാനറ്റ് എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരുന്നു. അസുഖങ്ങളില്ല, മരണങ്ങളില്ല, യുദ്ധങ്ങളില്ല. അതൊരു യുട്ടോപ്പിയ ആണ്. അങ്ങനെ ഞങ്ങളുടെ കൗൺസിൽ ഒരു തീരുമാനമെടുത്തു. വളരെ ലെസർ ഡെവലപ്മെന്റിലിരിക്കുന്ന പ്ലാനറ്റുകളിൽ പോയി ഞങ്ങളുടെ വിൽട്രം പ്ലാനറ്റ് പോലെ തന്നെ ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന്. ഹൈ കൗൺസിലിന്റെ തീരുമാനത്തിൽ ഒരു വേൾഡ് ബെറ്റർമെന്റ് കമ്മിറ്റി രൂപം കൊണ്ടു. അങ്ങനെ നമ്മൾ അങ്ങനത്തെ പ്ലാനറ്റുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടുപിടിക്കുന്ന പ്ലാനറ്റുകളിൽ ഒരു ഡിഫൻസ് രൂപീകരിക്കും. അവരുടെ സിവിലൈസേഷന്റെ വളർച്ചയ്ക്ക് സഹായിക്കും. ഞാൻ അഡൽട്ട് ആയപ്പോൾ ഈ വേൾഡ് ബെറ്റർമെന്റ് കമ്മിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ഈ പ്ലാനറ്റുകൾ കണ്ടുപിടിക്കുന്ന റിസർച്ച് ടീമിന്റെ ഭാഗമായിരുന്നു. ഞാൻ സർവീസിൽ കയറിയിട്ട് 3ാമത്തെ വർഷമാണ് പ്ലാനറ്റ് എർത്ത് കണ്ടുപിടിക്കുന്നത്. ഒരു ഫിസിക്കൽ ഇൻസ്പെക്ഷന് വേണ്ടി ഭൂമിയിലോട്ട് ആളെ അയക്കാൻ ഞാൻ കമ്മിറ്റീനെ കൺവിൻസ് ചെയ്തു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഒരുപാട് അച്ചീവ്മെന്റുകൾ നടത്തി. എനിക്ക് ഈ ഭൂമിയെയും ഇവിടുത്തെ ജനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പ്ലാനറ്റിന് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് കമ്മിറ്റീന്റെ അടുത്ത് റിക്വസ്റ്റ് നടത്തി. പക്ഷെ അവര് പ്ലാനറ്റ് അത്രയ്ക്ക് ഡെവലപ്ഡ് ആയിട്ടില്ല എന്നും പറഞ്ഞ് എന്റെ റിക്വസ്റ്റ് റെഫ്യൂസ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, എർത്ത് ഞങ്ങളുടെ പ്ലാനറ്റിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഒരു ആൾട്ടർനേറ്റീവ് സജഷൻ ഞാൻ ഓഫർ ചെയ്തു. ഞാൻ ഇവിടെ താമസിക്കാം, ഇവിടത്തെ സോൾ പ്രൊട്ടക്ടർ ആവാം, ഇവിടത്തെ സിവിലൈസേഷന്റെ സർവൈവൽ ഞാൻ ഉറപ്പുവരുത്താം. എന്റെ പ്ലാനറ്റ് വിൽട്രം ഒരുപാട് ദൂരത്തിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഈ പ്ലാനറ്റിലോട്ട് വന്നു. ഭൂമിയിലെ മനുഷ്യർക്ക് അവരെ സുരക്ഷിതരാക്കി നിർത്താൻ ഒരാളെ ആവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ ഇവരുടെ എല്ലാം രക്ഷകനായി മാറി. പിന്നെ ഞാൻ നിന്റെ അമ്മേനെയും പരിചയപ്പെട്ടു. എനിക്കറിയാം ഇതൊക്കെ നിനക്ക് ഒരുപാടാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ഇവിടെ തീരത്തില്ല. നീ വളർന്നു വരികയാണ് മാർക്ക്. നീ എന്നെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. പ്യൂബർട്ടി ആവുമ്പോഴത്തേക്കും നിന്റെ ശരീരത്ത് ഒരുപാട് മാറ്റങ്ങൾ വരും. മുഖക്കുരു വരും, നിന്റെ സൗണ്ട് മാറും, പല സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സ്ഥലങ്ങളിലും മുടി വളരാൻ തുടങ്ങും. പിന്നെ നീ നല്ലതുപോലെ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിനക്ക് സൂപ്പർ പവേഴ്സ് വരാനുള്ള ചാൻസും ഉണ്ട്. സൂപ്പർ സ്ട്രെങ്ത്, സൂപ്പർ സ്പീഡ്, ഫ്ലൈറ്റ്, അങ്ങനെ ഒരുപാട് എബിലിറ്റീസ്. മാർക്ക്, ഞാൻ പറയുന്നതെല്ലാം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? വാവ്, എനിക്കും അച്ഛനെ പോലെ പറക്കാൻ പറ്റുമോ? പാസ്റ്റില് അവന്റെ അച്ഛനുമായിട്ട് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ മാർക്ക് കട്ടിലിൽ കിടന്നുകൊണ്ട് ആലോചിക്കുകയാണ്. എനിക്ക് പറക്കാൻ പറ്റും. അങ്ങനെ മാർക്ക് ജനലിന്റെ വെളിയിലോട്ട് ഇറങ്ങി പറക്കുകയാണ്. അങ്ങനെ പറക്കുന്ന സമയം ഒരുത്തൻ കളിപ്പാട്ടം വെക്കുന്ന ഒരു ഷോപ്പിൽ നിന്നും ഗെയിമിംഗ് ബോക്സസ് മോഷ്ടിക്കുന്നത് മാർക്ക് കാണുന്നു. അങ്ങനെ മാർക്ക് അവനെ തടയാൻ അവന്റെ അടുത്തോട്ട് വരുന്നതും ആ തടിയൻ മാർക്കിനെ അടിച്ച് തറയിലോട്ടിടും. നിനക്കൊക്കെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് മാർക്കിന്റെ അടുത്ത് അവൻ പറയുന്നതും മാർക്കും ശരി എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് മാർക്ക് അവനെ അടിക്കാൻ വീണ്ടും പറന്നു പോവുകയാണ്. പെട്ടെന്ന് അവരുടെ ഇടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ആ സ്ഥലത്തോട്ട് ഒരു ഗ്രൂപ്പ് സൂപ്പർ ഹീറോസ് വന്നിരിക്കുകയാണ്. എനിക്കിനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ ആരാണ് അടി തുടങ്ങിയത് എന്ന് ഇപ്പ പറക്കുന്ന ബൈക്കിൽ വന്ന് അവൻ ചോദിക്കും. ആ മോഷ്ടിക്കാൻ വന്ന തടിയൻ ഇവര് വന്ന് ആ പറക്കുന്ന ബൈക്ക് പിടിച്ചെറിഞ്ഞു പൊട്ടിക്കും. അങ്ങനെ ആ തടിയൻ ഇവരെ അടിക്കാൻ വീണ്ടും അവരുടെ അടുത്തോട്ട് വരുമ്പോ നമ്മളെ മാർക്ക് ഒറ്റ ഇടിയിൽ അവനെ നോക്ക് ഡൗൺ ചെയ്ത് തറയിലിടും. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നതില് ആ റോബോട്ട് മാർക്കിനെ അപ്രിഷിയേറ്റ് ചെയ്യും. അങ്ങനെ ആ റോബോട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് കൺട്രോൾ വഴി വേറൊരു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഇടിച്ചിട്ട് ആ തടിയന്റെ പേര് ഞാൻ പ്രൊണൗൺസ് ചെയ്ത കറക്റ്റ് ആണോന്ന് അറിയത്തില്ല, മോളർ എന്നാണ്. അപ്പം ഈ റോബോട്ടിന്റെ കൂടെയുള്ള ഈ പെണ്ണിന്റെ പേരാണ് കേറ്റ്. അവക്ക് അവളുടെ തന്നെ മൾട്ടിപ്പിൾ ക്ലോണുകൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതിലുണ്ടായിരുന്ന വേറൊരു പെണ്ണുമായിട്ട് മാർക്ക് സംസാരിക്കുകയാണ്. രണ്ടുപേരും മാറി മാറി പറയും, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അവർക്ക് പോകാനുള്ള വണ്ടി എത്തും. പോകും മുമ്പേ ആ റോബോട്ട് അവരെ എല്ലാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞങ്ങളാണ് ടീം. എന്റെ പേര് റോബോട്ട്, ഇത് ആറ്റം ഈവ്, അത് റെക്സ് എക്സ്പ്ലോഡ്, പിന്നെ അവളുടെ പേര് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ മാർക്ക് പറയും,
ഞാൻ ഐ മീൻ ഇൻവിൻസിബിൾ. മാർക്ക് ആ പെണ്ണിനെ ടാറ്റയൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ പെണ്ണിന്, അതായത് ആറ്റം ഈവിന് മാർക്ക് അവന്റെ കോളേജ് വെച്ച് കാണുന്നു. മാർക്ക് എന്നല്ലേ പേര്. നമ്മൾ ഇത്രയും നാളും ബയോളജി ക്ലാസ് ഒരുമിച്ചായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് നമ്മളെ കൂടെയുള്ള ടീംമേറ്റ്സിൽ തന്നെ ആർക്കെങ്കിലും പ്രാന്തളവി ഒരു സൂപ്പർ വില്ലനായിട്ട് മാറുന്നതെന്ന്. അപ്പോ ആറ്റം ഈവ് പറയും അത് കോമിക്സിൽ മാത്രമേ നടക്കുള്ളൂ. മാർക്ക് വാ പൊളന്നോണ്ട് റിസ്ക് എടുക്കുന്നതിനേക്കാളും സേഫ് ആയി പോകുന്നതാണ് നല്ലത് എന്ന് പറയും. മാർക്ക് പറയും സോറി, ഈ ലേറ്റ് നൈറ്റ് ഡ്യൂട്ടി ഒന്നും എനിക്ക് അത്ര ശീലമില്ല. അപ്പൊ ഈവ് പറയും നിനക്കത് ശീലമായിക്കോളും. അപ്പോ ഇന്നലെ രാത്രി നടന്നതിന്റെ ബാക്കി ഇനിയും കുറച്ചുണ്ട്, നീയും ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ഈവ് മാർക്കിന്റെ അടുത്ത് ചോദിക്കും. നമ്മൾ എന്തിനാണ് ഈ വഴി കൂടെ പോകുന്നത്, നമ്മൾ കോളേജ് ബസ്സിലാണോ പോണേ? ഈവ് പറയും നീ എന്നെ കളിയാക്കുവാണോ, എനിക്ക് പറക്കാൻ പറ്റും, വാ നമുക്ക് ഇതിന്റെ അകത്ത് കയറിയിട്ട് ഡ്രസ്സ് മാറ്റാം. മാർക്ക് പറയും അപ്പോ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലേ? ഈവ് പറയും എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയാണ് പോണത്. ഈവിന് ആറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പവറാണ്. അവക്ക് ഇൻഓർഗാനിക് ആയിട്ടുള്ള ലോകത്തിലെ ഏത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല പിങ്ക് കളറിലുള്ള പ്രൊജക്ഷൻസും ക്രിയേറ്റ് ചെയ്യും. പിന്നെ പറക്കാനും പറ്റും. ഇത്ര പെട്ടെന്ന് ഡ്രസ് ഇട്ട് കഴിഞ്ഞു. അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് തന്നെ ഈവിന് കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ആളുകൾ കാണത്തില്ലേ എന്ന് മാർക്ക് ചോദിക്കും. അപ്പൊ ഈവ് പറയും നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ആളുകൾ മേളിലോട്ട് നോക്കാറ് പോലും ഇല്ല. അങ്ങനെ അവരുടെ ബേസിലെത്തും. റോബോട്ട് പറയും ഇന്നലെ രാത്രി പരിചയപ്പെട്ട നമ്മളെ പുതിയ ഫ്രണ്ട് അല്ലേ? മാർക്കിന്റെ അടുത്ത് പറയും നല്ല കോസ്റ്റ്യൂം ആണല്ലോ. കേറ്റും റെക്സും വേറൊരു മിഷന്റെ ഭാഗമായിട്ട് വെളിയിൽ പോയിരിക്കുകയാണ്. മാർക്ക് വന്നത് എന്തായാലും കാര്യമായി. ഒരു 3 മിനിറ്റും കൂടെ താമസിച്ചിരുന്നെങ്കിൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തേനെ. റോബോട്ട് പറയും ഞാൻ ഇന്നലെ വന്ന മോളർ, മറ്റേ തടിയൻ, ഞാൻ അവന്റെ ഇന്നലത്തെ രാത്രിയിലെ മെമ്മറീസ് എല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ആ ടോയ് ഷോപ്പിന്റെ അടുത്ത് വീണ്ടും കൊണ്ടിട്ടു. അവന്റെ ബേസ് എവിടെയാണ്, എന്താണ് അവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ അവനെ ഇവിടെ ഇരുന്നുകൊണ്ട് ട്രാക്ക് ചെയ്യുകയായിരുന്നു. പക്ഷെ നമുക്ക് ആ സൈറ്റിൽ തന്നെ പോയി മോണിറ്റർ ചെയ്യാം. നിങ്ങൾ വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അവര് 3 പേരും സ്ഥലത്ത് എത്തും. നീ എവിടെ ആയിരുന്നു? നമുക്ക് ആ പ്രോസസ്സറുകൾ ആവശ്യമാണ്. ഈ റോബോട്ടുകളെല്ലാം ചാർജ് ചെയ്യാൻ ആ പവർ അത്യാവശ്യമാണ്. എനിക്ക് ഇന്നലെ രാത്രി നടന്നതൊന്നും ഓർമ്മയില്ല. ഞാൻ ടോയ് ഷോപ്പിൽ പുതിയ ഷിപ്മെന്റ് എടുക്കാൻ പോയി. ബട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഇവരിൽ ഒരാൾ ഒറിജിനലും മറ്റത് അവന്റെ ക്ലോണുമാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നത്. മറ്റേ ലാബിൽ കോട്ടിട്ടേക്കുന്ന ആ തടിയൻ പറയും ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന കാര്യം നീ മനസ്സിലാക്കുന്നുണ്ടോ? ആ പ്രോസസ്സറുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇനി 1 മാസം കഴിഞ്ഞ് അടുത്ത ഷിപ്മെന്റ് എത്തത്തുള്ളൂ. അത്രയും നാളും നമ്മുടെ പ്ലാന് മുമ്പോട്ട് പോകുന്നത് അറിയത്തില്ല. ഇത്രയും കേട്ടതൊക്കെ മതി എന്നും പറഞ്ഞ് റോബോട്ടും ഇൻവിൻസിബിളും ഈവും അങ്ങോട്ട് ഇടിച്ചു കയറുകയാണ്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, മറ്റവൻ റോബോട്ടുകളെ ആക്ടിവേറ്റ് ചെയ്യാതെ നോക്കൂ. നിനക്ക് എങ്ങനെ അത് ചിന്തിക്കാൻ തോന്നി? നിങ്ങളെ ഡിഫീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് റോബോട്ടുകളുടെ ആവശ്യം വേണമെന്ന്. അങ്ങനെ അവര് മാറിയും തിരിഞ്ഞും ഫൈറ്റ് ചെയ്യുകയാണ്. ഒരു ഇലക്ട്രിക് വയർ പൊട്ടിച്ച് റോബോട്ട് കോട്ടിട്ട തടിയന് ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. ആ തടിയൻ കൂളായിട്ട് എന്നെ വീഴ്ത്താൻ ഇതൊന്നും പോരാ, എങ്കിൽ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ് റോബോട്ട് അവന്റെ മുഖത്തൊരു ഇടി അങ്ങ് കൊടുക്കും. നിന്റെ സഹായത്തിന് നന്ദി ഇൻവിൻസിബിൾ. ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം. എപ്പോഴും ഈ ജോലി ഇങ്ങനെ ഇത്രയ്ക്ക് ഈസിയാണോ? അങ്ങനെ ഈ ഇഷ്യൂ ഇവിടെ തീരെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.